360 ഡിഗ്രിയാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരാൾ എക്സ്ട്രാ നമ്മുടെ സെറ്റിൽ ഇല്ലാത്ത ഒരാൾ വന്നാൽ പോലും അദ്ദേഹം അത് നോട്ടീസ് ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ സിറ്റുവേഷൻ ഇപ്പം ക്ലൈമാക്സിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്തുള്ള ചില ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറിയിലുള്ള ഒരു ചെറിയൊരു ട്രിക്കി സാധനം ഉണ്ട്. അത് നമ്മുടെ അടുത്ത് അതിന് മുമ്പേ തന്നെ ഡയറക്ടർ വന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഷോട്ടിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു നമ്മൾ വി ആർ പ്ലാനിങ് സംതിങ് ലൈക്ക് ദിസ്, അപ്പം അതിന് ബി പ്രിപ്പയർഡ്, അപ്പം ആ ഒരു സാധനം വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കൂടെ അങ്ങനത്തെ സജഷൻ ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ. അപ്പോ ഈ കളംകാവലിലെ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിന് നമുക്ക് ഒരു ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ട്രിക്കി സാധനമാണ്. നമുക്കിത് പ്ലേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല, ഒരു ഗ്രേ ആണോ, നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഞാൻ സ്പോയിലർ ആവും, അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതുപോലൊരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ചേച്ചിക്ക് ഓക്കെ ആയിരുന്നു, ഓക്കെ ഞാനത് ചെയ്യാം, അല്ല ഒരു കൺഫ്യൂഷൻസ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഈ എസ്പെഷ്യലി നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂട്ടി കമ്പനിയുടെ മൂവി, മമ്മൂക്കയുടെ കൂടെയുള്ള വളരെ കോമ്പിനേഷൻ സീൻ, പിന്നെ ഇത്രയും അധികം ഹീറോയിൻസിൽ പ്രോമിനൻസ് കൂടുതലുള്ള കഥാപാത്രമാണെന്ന് ആദ്യമേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ പറയാനായിട്ട് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്.